സമസ്തനെ സംരക്ഷിക്കാൻ ലീഗ് വേണ്ട. അങ്ങനെയാണ് കാന്തപുരം അന്ന് ദുനിയാവിലേടി ഉണ്ടാവാൻ പാടില്ല. ലീഗ് അന്ന് എതിർത്തത് കൊണ്ടാണ് കാന്തപുരം ഈ കാണുന്ന ഉയർച്ചയിലെത്താൻ കാരണം. അതുകൊണ്ട് സമസ്തക്ക് സംരക്ഷിക്കാൻ ലീഗിന്റെ ആവശ്യമില്ല. ഇപ്പം സമസ്തനെ ദ്രോഹിച്ചിട്ട് സമസ്തക്ക് ഒരു കുറവില്ലല്ലോ. എന്തൊക്കെ വിഷയങ്ങൾ, എത്ര പൈസ കിട്ടേണ്ടി പൈസകള് ഇതാക്കി, എത്ര വോയിസുകള് പുറത്തുവിട്ട്. ഈ ലീഗിന്റെ PR വർക്ക് നടത്തുന്ന അനിൽ എന്ന് പറയുന്ന ആ മധൂതി തീവ്രവാദി, പിന്നെ കുഞ്ഞാലിക്കുട്ടി സാധിക്കലി തങ്ങൾ പൈപ്പ് പൂട്ടി എന്ന് പറഞ്ഞു. പൈപ്പ് പൂട്ടിയതിന് ശേഷം പൈസ അവിടെ കുന്നുകൂടി, ടാങ്കാട് നിറഞ്ഞൊഴുകി. അപ്പൊ ആ ധാരണ ഒന്നും വേണ്ട. ലീഗ് ഉണ്ടെങ്കിൽ, ലീഗിനെ കണ്ടിട്ടല്ലല്ലോ സമസ്ത രൂപീകരിച്ചത്. 1926 സമസ്ത രൂപീകരിക്കുമ്പോ ലീഗ് ഇല്ലല്ലോ. സെയ്ദ് എത്രയുമാൻ പാപ്പയ്ക്ക് തങ്ങൾ സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ലീഗിലേക്ക് എത്തിയത്. സെയ്ദ് PMS പൂക്കായ തങ്ങള് സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ലീഗിലേക്ക് എത്തിയത്. അല്ലാണ്ട് ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരോ ഓലാരും സമസ്തയിലേക്ക് വന്നതല്ല. അത് മനസ്സിലാക്കേണ്ടിയുണ്ട്. ഇപ്പൊ കർണാടകയില് സമസ്ത ഉണ്ട്, ലക്ഷദ്വീപില് സമസ്ത ഉണ്ട്, പിന്നെ മറ്റു പവിയ ദ്വീപുകളിലൊക്കെ സമസ്ത ഉണ്ട്. അവിടൊക്കെ ലീഗ് ഉണ്ടായിട്ടാ? അവിടെ നിന്ന് ലീഗ് ഇല്ലാത്തതുകൊണ്ടാണ് സമസ്തക്ക് അന്തസ്സായിട്ട് സമസ്തന്റെ നിലപാട് പറയാൻ കഴിയുന്നത്. പല സ്ഥലത്തും സമസ്തന്റെ സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിയാത്ത ലീഗ് കാരണത്താലാ. കാരണം അതിന്റെ ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കും പള്ളി പ്രസിഡന്റ്. ഓൻ ചിലപ്പം കള്ളവെടിക്കാരനായിരിക്കും. അപ്പൊ കള്ളവെടി ഹറാമാണ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു വിഭാഗം എടുത്ത് കുടുവാളുമായിട്ട് വരും, എന്നിട്ട് സഖാവാക്കും. അപ്പോ സമസ്തക്ക് ഏതായാലും തൽക്കാലം ലീഗിന്റെ സംരക്ഷണം ഒന്നും വേണമെന്നില്ല. പിന്നെ ഇനി എത്ര മൂരികൾ കൈയിട്ടതിൽ കയറ്റും ഒരു കാര്യമില്ല. ജനങ്ങള് സമസ്ത ചോദിച്ചപ്പോൾ പൈസ കൊടുത്തില്ലേ? ഒരു സഹതാപ പൈസയല്ല, ഒരു പിന്നെ വേറെ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, വേറെ ഒന്നും ഇല്ലാണ്ടാണ് പൈസ കൊടുക്കുന്നത്. ഒരു തറവാട്ടുകാരും പറയേണ്ടി, തറവാട്ടുകാർ പരസ്യമായിട്ട് ഞങ്ങൾ സഹകരിക്കൂല എന്ന് പറഞ്ഞ സംഗതി, ഞങ്ങൾ മുടക്കിയ സംഗതി പടച്ച റബ്ബിനെ മുടക്കാൻ അവൾക്ക് ഏതായാലും ആവില്ലല്ലോ. ദുനിയാവിൽ ചിലപ്പോൾ സ്ഥല സംഗതി മുടക്കാൻ അവർക്ക്, പടച്ച റബ്ബിനെ മുടക്കാനാവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. സമസ്തക്കാർക്ക് ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് എതിരാളികളുണ്ട്. സമസ്തയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് സമസ്തയുടെ CACയെയും മറ്റും ഒരു തരത്തിൽ പിന്നെ എതിർക്കുന്നവര് യഥാർത്ഥ സമസ്തക്കാരും ഇല്ലാത്തവരുണ്ട്. മനസ്സിലായില്ലേ? CACനെ എതിർക്കല് ഞങ്ങളുടെ കടമ തന്നെയാണ്. ഞങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അത് സമസ്തക്കാരുടെ അവകാശം തന്നെയാണ്, അതുപോലെ അധികാരം തന്നെയാണ്. അവര് സമസ്തക്കെതിരെ ആര് വന്നാലും അവരെതിർക്കും. പക്ഷേ ഇത് ചില ഗ്രൂപ്പുകളിലൊക്കെ സമസ്ത സ്നേഹവും പറഞ്ഞു വരുന്ന ചില ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥ സമസ്തക്കാരനെയാണോ എന്ന് ഒന്ന് പൊക്കി നോക്കേണ്ടി വരും. നമ്മളെ EK ഉസ്താദ് പറഞ്ഞ കണക്കെ ഇവൻ്റെയൊക്കെ തുണിയൊന്ന് പൊക്കിയിട്ട് മുറിച്ചിനോ നോക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മുസ്ലിം ലീഗിനെയും സമസ്തനെയും തെറ്റിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് സുഹാബികളാണെങ്കിൽ മറുഭാഗത്ത് ചില സമസ്ത സ്നേഹികളെന്ന് പറഞ്ഞു സമസ്ത എല്ലാത്തവരും വരുന്നുണ്ട്. കാരണം അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ലീഗിനെയും സമസ്തനെയും തെറ്റിക്കുക. സുഹാബിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്, ലീഗിനെയും സമസ്തനെയും തെറ്റിക്കുക. എന്നിട്ട് അതിലൂടെ ചില മുതലെടുപ്പുകളും ചിലരുടെ തകർച്ചയും കണ്ട് ചിരിക്കാമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. പക്ഷേ സമസ്തക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആരെയെങ്കിലും കണ്ടിട്ടല്ല ഞങ്ങളിവിടെ സമസ്തയുടെ പിന്നിൽ നിന്നതും സമസ്ത ഇത്രമാത്രം ഉയർന്നു പോയതും ആരുടെയും ഇത് ഔദാര്യം കൊണ്ടല്ല. അതെല്ലാവരും മനസ്സിലാക്കിക്കോ. അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന, സുന്നി സംഘടന എന്ന് പറയുന്നവരുടെയോ ഔദാര്യത്തിലല്ല ഞങ്ങൾ ഈ വളർന്നതും ഞങ്ങളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി ഞങ്ങൾ 100ാം വാർഷികം സമ്മേളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാം. ഞങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഫിത്നകൾ അവസാനിപ്പിക്കണം. ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമേ ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് സമസ്ത എന്ന് പറയുമ്പം അതിൽ രാഷ്ട്രീയം ഇല്ല, അതിൽ മാർക്സിസ്റ്റും ഇല്ല, ലീഗും ഇല്ല, കോൺഗ്രസും ഇല്ല, ആരുമില്ല. നമുക്കെല്ലാവരും അവരുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെങ്കിൽ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അവരുടെ തെറ്റായ നയങ്ങളെ ഞങ്ങൾ വിമർശിക്കും. അവരോടൊക്കെ എന്തെങ്കിലും നല്ലതായ കാര്യങ്ങൾ സമസ്തക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. അതല്ലാതെ കണ്ട് ഞങ്ങൾക്ക് അന്ധമായിട്ട് സമസ്തക്കാരനാണെന്ന് പറയുന്ന ഒരാൾക്ക് സമസ്തയിൽ നിന്നുകൊണ്ട് സമസ്ത പറഞ്ഞും കൊണ്ട്
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായ? അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇന്ന് സമസ്തക്ക് ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ വരുന്നുണ്ട്. സമസ്തയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് വരുന്നവരുമുണ്ട്. അവരിലുമുണ്ട് അവരുടെ ഹൃദയത്തിൽ ഒരു കളങ്കം. ഇനി സമസ്തയെ എതിർക്കുന്നവർ അവർക്കുമുണ്ട്. അപ്പം അവരുടെ ഉദ്ദേശം ഇവിടെ മുസ്ലിം ലീഗിനെ സമസ്തയെ നശിപ്പിക്കുക, അതിൻ്റെ നാശം കണ്ട് ചിരിക്കുക എന്നായിരിക്കും. അതേതായാലും നടക്കില്ല. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് സമസ്തക്ക് തന്നെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നും ഉണ്ടാവും. പക്ഷെ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിരിക്കില്ല. എല്ലാ രാഷ്ട്രീയക്കാരോടും സമദൂരത്തിലുള്ള ഒരു തീരുമാനം മാത്രമേ അന്നും ഇന്നും എന്നും സമസ്തക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നേ മനസ്സിലാക്കാനുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്നിട്ട് കണ്ട ഇന്റർവ്യൂവിലൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ചില കാര്യങ്ങൾ ക്വാളിറ്റികൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പണ്ട് സയ്യിദുൽ ഉലമൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് ആ വിവാദം കത്തി നിൽക്കുന്ന TP അഷ്റഫ് അലി ഇവരൊക്കെ വിഷയത്തിൽ ചോദിച്ച ചോദ്യത്തിന് മൂപ്പര് പറഞ്ഞു അതൊക്കെ നമ്മളെ കുട്ടികളാണെന്ന്. സംഭവം മൂപ്പരെ സയ്യിദുൽ ഉലമനെ അത്രയും എതിർക്കുന്ന ആളുകളായിട്ട് പോലും ഒരു പരസ്യമായി നടക്കുന്ന ഇൻ്റർവ്യൂവിൽ മൂപ്പര് നമ്മളെ കുട്ടികളാണ് എന്നുള്ള രൂപത്തിൽ സംസാരിച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. അപ്പോഴല്ലേ ഇതൊക്കെ മുന്നോട്ട്. ഇതിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇന്നെ കുറിച്ചാണെന്ന് തോന്നി അതിനൊക്കെ മറുപടി പറയാൻ. എന്നാൽ അതും സാധാരണക്കാർ പറഞ്ഞ കാര്യമല്ലല്ലോ. ഒരു നേതൃസ്ഥാനത്ത് അത്രയും സുപ്രീം ലീഡർ എന്ന് പറഞ്ഞ് കുറച്ചാളുകൾ കൊണ്ടാടുന്ന ആളുകളൊക്കെ ആ വിഷയത്തിൽ കുറച്ചും കൂടി ജാഗ്രത പുലർത്തണം. ഒരു 2-3 ഇൻ്റർവ്യൂ കൂടി വന്നാൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാവും. അത് മോന്തായം തിരിഞ്ഞ അങ്ങനെ തന്നെയല്ലേ. അത് നേരെ ആവാൻ കുറച്ച് സമയം എടുക്കും. സമയം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. ആ കോലത്തിലാണല്ലോ. ഇപ്പൊ ദുബായിൽ നമ്മളൊക്കെ പരിപാടി പങ്കെടുത്തതാണ്. അദ്ദേഹത്തിന്റെ വായന്ന് തയ്യതിനെ കുറിച്ചോ അല്ലെങ്കിൽ സുപ്രഭാതത്തിനെ കുറിച്ചിട്ടോ ഒരു വാർത്താനൊന്നും അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അയാളെ കുറ്റും കീബോർഡ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ തിരിയാലോ. സമസ്തരെ നമുക്ക് പരിപാടി പങ്കെടുക്കണം, അങ്ങണ്ടാക്കണം, ഉമറാക്കൾ അങ്ങണ്ടാക്കണം. ഈ ഉമറാക്കൾ തന്നെ ഭീകരാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇയാള്. ആ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രനെ കുറിച്ചിട്ടൊന്നും അയാൾ സംസാരിച്ചിട്ടില്ല. തയ്യനെ കുറിച്ചിട്ട് ഒരു വാർത്താനം പോലും വന്നിട്ടില്ല. അപ്പൊ ഇവരെ കുറ്റും ഇതൊക്കെ ഉണ്ട് എത്ര എന്നുള്ളത് നമുക്ക് തിരിഞ്ഞിക്കണില്ലേ. അത് അയാളെ തെറ്റെടുക്കട്ടെ. നമ്മളെ നേതാവ് സയ്യിദുൽ ഉലമയാണ്. ആ സയ്യിദുൽ ഉലമന്റെ പുറകെ നമ്മളുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഒരു നേതാവായി കണക്കൂട്ടണി പോലെ ഇപ്പം പോയിക്കോട്ടെ എന്നുള്ള വർത്താനം. മുസ്ലിം ലീഗുകാര് എന്തിനാണ് സമസ്തയുടെ നിയമങ്ങളിൽ, സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇത്ര കാര്യമായി ഇടപെടുന്നത്? എന്തിന്? അങ്ങനെ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ? ആവശ്യപ്പെട്ടാൽ നടത്തി കൊടുക്കാറുണ്ടോ? ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പോൾ UDF അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗ് ചേർന്നിരിക്കുന്ന കൂട്ടുകെട്ട് ബന്ധത്തിന്റെ റിപ്പോർട്ടുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. സമസ്തയിലുള്ളതായ ഒട്ടുമുക്കാൽ പണ്ഡിതന്മാരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തെന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ശരിയല്ല, അത് ചില പ്രശ്നമുണ്ട്, അത് സൂക്ഷിക്കണം. പക്ഷെ കേൾക്കുന്നുണ്ടോ? ഇല്ല. സമസ്ത അത് പറയുന്നതിന്റെ ഗൗരവം എന്താണെന്ന് ഓരോ സമസ്തക്കാരനൊക്കെ അറിയാം. സമസ്തക്കാരനാണെങ്കിൽ അറിയാം. അതല്ല ഞാൻ സമസ്തയാണ് എന്തിനു വേണ്ടി? ലീഗിന് മൈലേജ് ഉണ്ടാക്കാൻ, ലീഗിന് വോട്ടുണ്ടാക്കാൻ. അങ്ങനെ ചിന്തിക്കുന്ന സമസ്തക്കാരെ സംബന്ധിച്ച് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ലത് തന്നെയാ. പക്ഷെ സമസ്ത എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ആ സമസ്തയായിട്ട് നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ അല്ലെങ്കിൽ SDPI ആയിട്ട് പോലുള്ളതുമായിട്ടുള്ള ബന്ധങ്ങൾ അത് മുസ്ലിം ലീഗിന് ദോഷമായി ബാധിക്കും. ചിലപ്പോൾ വോട്ട് കിട്ടിയേക്കാം, പക്ഷെ അത് സമസ്തയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇവിടുത്തെ സുന്നി സമൂഹത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ വഹാബികൾ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. അവർ എവിടെയാണ് അമ്പലക്കടവ് അമീദ് ഫൈസി ഉസ്താദ് പറഞ്ഞതുപോലെ എവിടെയാണോ ഗ്യാപ്പ് കിട്ടുന്നത്, എവിടെയാണോ അവസരം കിട്ടുന്നത്, എവിടെയാണോ ചതപ്പ് നിലമുള്ളത്, അവിടെ അവർ നുഴഞ്ഞു കയറിയിരിക്കും. അതാണ് അവർ. അതിനുവേണ്ടി ഏത് വേഷവും അവർ കെട്ടും.
അതിനു വേണ്ടി വേണമെങ്കിൽ സുന്നി ആചാരങ്ങൾ വേണമെങ്കിൽ ഇവിടെ നടത്തിക്കോ എന്ന് വരെ അവർ സമ്മതം തരും. അനുഭവങ്ങളുണ്ട്. നാവിൻ തുമ്പിലും കൈത്തണ്ടയിലും സമസ്തയും ഹൃദയത്തിൽ മുസ്ലിം ലീഗ് പാടിപ്പഠിപ്പിച്ച ആ ഒരു ചിന്തയുമായിട്ട് നടക്കുന്ന ആളുകൾ ഇന്നും ഒരുപാട് അവശേഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ വിജയവും മറ്റുള്ളതായ ഇതര പ്രസ്ഥാനങ്ങളുടെ അധംപതനവും. ഇവരിപ്പോഴും പറയുന്നതെന്നാ, മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം അഭിവൃദ്ധി ഉണ്ടായത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടായത്. ഇതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള UP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് അഭിവൃദ്ധി ഇല്ലാതെ പോയി? അവിടെ മുസ്ലിം ലീഗ് ഇല്ലാത്തത് കൊണ്ടാണെന്ന്. അത് പച്ചക്കള്ളമല്ലേ? ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്ന പ്രദേശങ്ങളല്ലേ ഉത്തരേന്ത്യത്തിലെ പല സംസ്ഥാനങ്ങളും. അവിടെ ഭരിച്ചിരുന്നു മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുണ്ടായിരുന്നു. എന്തേ അവിടെ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് കൂടും കുടുക്ക എടുത്തുകൊണ്ട് കേരളത്തിലേക്ക് വണ്ടി കയറി? എന്തേ കാരണം? സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ, കേരളമായി രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ കേരളത്തിൽ എന്തുണ്ട്? മുസ്ലിം ഉമ്മയുടെ പ്രവർത്തനമുണ്ട്. അതിവിടെ ഏകോപിപ്പിച്ചത് മുസ്ലിം ലീഗ് അല്ല, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാ, അഹ്ലുസുന്നയുടെ സയ്യിദന്മാരാ. അവരിവിടെ കെട്ടിപ്പടുത്തി ഉണ്ടാക്കിയ മുസ്ലിം എന്ന ആ ഒരു സമുദായത്തിന്റെ ഭിത്തികൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇവിടെ വന്ന് ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കാൻ സാധിച്ചത്. ഈ ഒരു ഐക്യമുള്ളതായ മുസ്ലിം ഉമ്മയുടെ കൂട്ടായ്മ ഉത്തരേന്ത്യയിൽ ഇല്ലാത്തത്, അവർ സൃഷ്ടിച്ച മതിലുകൾ അവിടെ ഇല്ലാതെ പോയതുമാണ് മുസ്ലിം ലീഗിന് അവിടെ ചിത്രം വരയ്ക്കാൻ പറ്റാതെ പോയത്. എന്നിട്ടും ഈ കേരളീയ മുസ്ലിങ്ങളോട് പറയുന്നു, കേരളത്തിൽ നിങ്ങളുടെ എല്ലാ അഭിവൃദ്ധിക്കും കാരണം ഞങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയതെല്ലാം മുസ്ലിം ലീഗിലൂടെയാണെന്ന്. എന്നാൽ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ മുസ്ലിം ലീഗ് ഇന്നും എന്നും കൂടുതലുള്ള മലബാർ പ്രദേശത്ത് അവിടെ നിന്നുള്ള ഏറ്റവും കൂടുതൽ MLA-മാരും മന്ത്രിമാരും അവിടെ നിന്ന് പോയിട്ടുള്ളത്, പ്രത്യേകിച്ച് UDF-ന്റെ ഭരണകാലങ്ങളിൽ പോയിട്ടുള്ളത് മലബാറിൽ നിന്ന് തന്നെയാ മുസ്ലിം ലീഗിന്റെ മെമ്പർമാര്. എന്നിട്ടും മലബാർ പ്രദേശത്ത് തന്നെയാണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നമ്മൾ പരിശോധിച്ചാൽ എല്ലാ വിധേനയുമുള്ളതായ പുരോഗതികൾ താമസിക്കാനുള്ള കാരണം അത് തന്നെയാണ്, അല്ലേ? അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ, റോഡും വഴിവിളക്കുകളും വെള്ളവുമാകട്ടെ, അതല്ലെങ്കിൽ തൊഴിൽശാലകളാകട്ടെ, അങ്ങനെ എന്തും പരിശോധിച്ചാലും മലബാറിൽ എത്തുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലബാർ അല്ലാത്ത പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുകയാ ചെയ്തിട്ടുള്ളത്, അല്ലേ? ഈ പണ്ഡിത സഭകൾ, മുസ്ലിം സംഘർഷശക്തി രാഷ്ട്രീയാതീതമായിട്ട് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഉണ്ടായത്. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ സംഘടനകൾ ഇത്രത്തോളം വിദ്യാഭ്യാസ വിപ്ലവം ഇവിടെ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും മുസ്ലിം സമുദായത്തിന് അക്ഷരാഭ്യാസത്തിന് ഉതകുന്നതായ സ്ഥാപനങ്ങൾ ഈ പറയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ MLA-മാരുടെ ശ്രമഫലമായിട്ട് സർക്കാരിൽ നിന്നും വാങ്ങിച്ചു തന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലബാർ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ തികയാതെ വരുമായിരുന്നു. ഇന്നും ഓരോ സംഘടനകളും മത്സരിച്ചുകൊണ്ട് 10, 200, 300, 400, 100, 500 സ്ഥാപനങ്ങൾ വിട്ടത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവൈലബിൾ ആയത്. ഇതൊക്കെ തമസ്കരിച്ചുകൊണ്ട് മുസ്ലിം ലീഗാണല്ലോ ഉണ്ടാക്കിയത്, മുസ്ലിം ലീഗാണ് മുസ്ലിങ്ങളുടെ എല്ലാ നേട്ടത്തിന്റെ നിദാനം എന്ന് പറഞ്ഞ് പാടി പഠിപ്പിച്ചത് ഇപ്പോഴും നെഞ്ചിലേറ്റിയ ആളുകൾ സമസ്തയിലും ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ ദയനീയത തോന്നുന്നു. ദയനീയത.